welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. Best rated food versus worst rated food challenge. അതെ ഗയ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഇവിടെ സൊമാറ്റോയിലുള്ള ബെസ്റ്റ് റേറ്റഡ് ഫുഡുകളും വേർസ്റ്റ് റേറ്റഡ് ഫുഡുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെ ഗയ്സ്, അതായത് വേർസ്റ്റ് ആയിട്ട് ആൾക്കാർ റേറ്റ് ചെയ്ത ഫുഡുകളും ബെസ്റ്റ് ആയിട്ട് ആൾക്കാർ റേറ്റ് ചെയ്ത ഫുഡുകളായിരിക്കും നമ്മളെ മുന്നിൽ ഇന്ന് വരാം. നമ്മളിപ്പോ ഇവിടെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് അധികം നമുക്ക് ഇവിടെ കഴിക്കലുണ്ടോ, അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കലില്ല. പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെസ്റ്റ് ഫുഡുകൾക്ക് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ. അതെ, ഓരോരോ ട്രെൻഡിങ് സാധനങ്ങൾ ഇങ്ങനെ കോഴിക്കോട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം ബെസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേസ്റ്റ് ഫുഡ് ഏതാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് കാക്ക പറയുന്നത് എന്താ വെച്ചാൽ കാക്ക സൊമാറ്റോയില് കുറേ തപ്പിയിട്ട് ഈ കുറവ് റേറ്റിംഗ് ഉള്ള ഫുഡുകൾ അധികം കുറവാണ്. എന്നിട്ട് കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഫുഡുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ സൊമാറ്റോയില് ആൾക്കാർ 5 സ്റ്റാർ റേറ്റിംഗിൽ കൊടുത്തുള്ള ഫുഡുകളും അതേപോലെ തന്നെ ഏറ്റവും ലോ ആയിട്ട് സ്റ്റാർ കൊടുത്തുള്ള ഫുഡുകളായിരിക്കും നമ്മളെ മുന്നിൽ വരിക. ഇപ്പൊ 5 സ്റ്റാർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ട് റേറ്റ് ചെയ്ത ഫുഡ് ആയിരിക്കും. അതിൽ പല കാര്യങ്ങൾ ഉണ്ടാവും. റേറ്റ്, പിന്നെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ടേസ്റ്റ്. ചിലവർക്ക് 5 സ്റ്റാറിന്റെ അപ്പുറത്ത് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അതെ, ചില ഫുഡുകൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സത്യം 5 സ്റ്റാറിന്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ചില ടേസ്റ്റ് ഇഷ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റേറ്റ് അത് ചെയ്ത്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച്. അതെ, ചില ഫുഡ് മോശമായിട്ടായിരിക്കില്ല. അതെ അതെ. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് സൊമാറ്റോയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് റേറ്റിംഗ് ഉള്ള ഫുഡും ഹൈയസ്റ്റ് റേറ്റിംഗ് ഉള്ള ഫുഡും ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫുഡുകളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കറക്റ്റ് ആയിട്ട് 1 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ തന്നെയാണോ അതിനുള്ളത് നമുക്ക്. അതെ, അത് കറക്റ്റ് ആണോ ആൾക്കാർ കൊടുത്തതെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് ലോട്ട് ഇടാം. എനിക്ക് 5 സ്റ്റാർ. അതന്നെ ഞാൻ പറഞ്ഞു. എന്തായാലും 5 സ്റ്റാർ മതി എനിക്ക് തോന്നുന്നു. അത് എല്ലാവർക്കും 5 സ്റ്റാർ മതി. അതെന്തായാലും കിട്ടാൻ പോണില്ല. 1 സ്റ്റാർ ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലേ? പക്ഷെ 5 സ്റ്റാർ ഉറപ്പാ ടേസ്റ്റ് ആയിരിക്കും. അത് ഉറപ്പാ. അതെ, അപ്പൊ ലോട്ട് ഇടാം. അത് ഹിറ്റായിട്ട് വന്ന് വീണ പോലെ. 5 സ്റ്റാർ. 2 1 സ്റ്റാറാ? 2 1 സ്റ്റാറും ഒരു 5 സ്റ്റാറും കേസ് കിട്ടിയത്. ഇപ്പൊ കണ്ടിരുന്നോ? ഗൈസ്, എന്തോ നല്ല എണ്ണന്റെ ഒരു ഓയിൽ. നല്ല മണം, നല്ലൊരു സ്വീറ്റ് മണം. ഓക്കേ, കണ്ണൂർന്നു ബർഗർ. ഓ, എന്റെ സിൽവർ ഫോയിലൊക്കെയാ ബർഗർ. 1 സ്റ്റാറിന്റെ ബർഗറിന് അത് 2 സ്റ്റാർ ആണ്. അത്രേ കിട്ടാറുള്ളൂ അല്ലേ? 2 സ്റ്റാർ. ബേക്കറിന്നൊക്കെ കഴിക്കുന്നേ ബർഗർ സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട്. ആഡിലൊക്കെ കാണുന്ന മാതിരി നല്ല പെർഫെക്റ്റ് ബർഗർ ആയിട്ട് ഫീൽ ചെയ്യും. ഇന്ത്യന്ന് വെച്ചാൽ സിൽവർ ഫോയിലൊക്കെ ആയിട്ട് ബീഫ് ബർഗർ കിടിലം ബർഗർ ആട്ടോ. അതുണ്ടോ ആ ഒരു എന്താ പറയാ, അതെ, അതിന്റെ മുകളിൽ മറ്റേ കാണുന്ന പോലെ സെസമി സീഡ്സ് ഒന്നുമില്ല, പക്ഷെ നല്ല കിടിലം. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ കണ്ടോ? അപ്പൊ കഴിച്ചോ. ഇത് ബീഫ് അല്ലേ? ഓക്കെ, ഇത് കഴിച്ചോക്കട്ടെ. നല്ല ചീസി ഒക്കെ ആയിട്ടുള്ള കിടിലം ബർഗർ. ഞങ്ങളുണ്ട് ചീസ്. ആയിക്കോട്ടെ. ഇത് ഒരു 5 കൊല്ലം മുന്നേ കഴിച്ച ഒരു ബർഗറിന് വെച്ചോ. അല്ല, പണ്ടത്തെ ബർഗർ ഉണ്ടാവില്ലേ പണ്ട് ബർഗർ? ആ ബർഗറാണ് കഴിച്ചത്. തീരാനായോ? ഇതിങ്ങനെ മെൽറ്റായത്. ബീഫൊക്കെ നമ്മള് ബീഫാന്ന് വിചാരിക്കുമ്പോ ചൂയാന്ന് വിചാരിക്കില്ല, പക്ഷെ അങ്ങനല്ല. മെൽറ്റായിട്ട് നല്ല സോക്കായി ഇങ്ങനെ ആ ചീസും ആ സോസും കൂടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇല്ലേ? തീർന്ന്. ഞാനങ്ങനെ എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല, അപ്പോഴേക്കും തീർന്നു പോയി. ഞങ്ങൾ തന്നെ നല്ല അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ടി വരും. ഇതില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5 സ്റ്റാറിന്റെ അപ്പുറത്തോട്ട് കൊടുക്കാൻ നമുക്ക് തോന്നുന്നു. എന്തോ ഒരു പാറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. 2 ഉണ്ട്. ഇത് ലെറ്റൽസ് ആണെന്ന് തോന്നുന്നു. ലെറ്റൽസ് ഉണ്ട്, പിന്നെ ഒരു തക്കാളി ഉണ്ട്. ഇത് അങ്ങനെ വെച്ചതാട്ടോ. ഇത് തുറന്നു കഴിഞ്ഞാല് ഇതെന്താ ഇത്? ഇതുണ്ടോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളില് ബർഗറിന്റെ എന്തോ സോസ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ ബീഫിന്റെ മിൻസ്ഡ് ബീഫിന്റെ എന്തൊക്കെ ഉണ്ട്, ചീസ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇതിന്റെ അടിയിൽ മറ്റേ ഗാലപ്പീനോയോ അതുണ്ട്. ഇല്ലാത്തൊന്നും ഇല്ല. കണ്ടാലറിയാം നല്ല കുക്കായി നല്ല ഒരു സാധനമാണ്. കൊതിമാറാതിനൊരു കടി അടിച്ചു. ഞങ്ങൾക്കത് പല്ലിന്റെ ടേസ്റ്റ്, തക്കാളിയുടെ ടേസ്റ്റ് അത് നല്ലോണം ഉണ്ട്. എന്നാ സ്വീറ്റ് 2 തക്കാളി ഉണ്ടാവും.
എന്റെ അത് ഫുൾ ബാലൻസ്ഡ് ആയി. നോക്കട്ടെ തക്കാളി നോക്കട്ടെ. ഒരു തക്കാളി ഞാൻ തിന്നു, ഒന്ന് കഴിക്കണു. രണ്ട് തക്കാളി, എനിക്ക് ഒരു തക്കാളി ഉള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത റൗണ്ടിൽ എനിക്കാണ് ഗൈസ് 5 സ്റ്റാർ കിട്ടാൻ പോകുന്നത്. എനിക്കും 5 സ്റ്റാർ കിട്ടാൻ പോവാണ്. എനിക്കും 5 സ്റ്റാർ കിട്ടാൻ പോവാണ്. 3 5 സ്റ്റാർ ഇല്ല, ആകെ ഒരു 5 സ്റ്റാർ എന്തോ ഉള്ളൂ. അതൊന്നെങ്കിൽ കിട്ടി. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നോക്കി നോക്കാം നമുക്ക്. നിങ്ങൾ തമ്മിൽ തല്ലൂട്. അതെന്റെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. എനിക്കൊന്ന് ലോട്ടിടുവോ? പക്ഷെ ബർഗർ ഞാൻ തന്നെ തിന്നല്ലോ. പക്ഷാഭേദം കാണിക്കരുതല്ലോ. നമ്മളെ എണ്ണ വെച്ചിട്ടുണ്ടോ? കണ്ടോ അടച്ചിട്ട് ഞാൻ ഷഫിൾ ചെയ്തു. ഇതാ കടോ എടുത്തോ, നിങ്ങൾ എടുത്തോ, എന്നിട്ട് ഞാൻ ഞാനെടുത്ത് കറക്റ്റ് അതിന്റെ മുകളിൽ കമഴ്ത്ത് തൊട്ട് കിട്ടിയത് അണക്കാത് വേണം. കുറച്ച് വർത്താനം കൂടുതലായിരുന്നു. നന്നായിട്ട്. അപ്പൊ ഇനി നമ്മൾ രണ്ടാളും കൂടി ടീം. അതിന് ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കൊണ്ടേക്കും. കണ്ണടച്ചോളൂ. ലോട്ടൊക്കെ വാങ്ങാൻ പറ്റില്ല. റെഡി? കണ്ണുറന്നോ? കണ്ണുറന്നു. പാത്രത്തില് വലിയ ഡിഫറൻസ്. എനിക്ക് നല്ല എന്താ 5 സ്റ്റാർ റേറ്റിംഗിലായതുകൊണ്ട് തന്നെ നല്ല വെള്ള പാത്രത്തില് ഫുള്ള് ഫില്ല് ചെയ്തത് ഇങ്ങനത്തെ ബിരിയാണിയാണ്. ഇതില് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഫുള്ളില്ല. ഫുള്ള് ഫില്ലല്ല. പാത്രം ഫുള്ളില്ല കേട്ടോ ബിരിയാണി. എത്ര സ്റ്റാറാ? ഇത് 2.7. ഇത് 4.6. ഇത് കണ്ടോ, ഇത് കുറച്ച് വെള്ള ബിരിയാണി, ഒരു വൈറ്റ് റൈസ്. പക്ഷെ വേറെ നോക്ക്, ഡെക്കറേഷൻ പക്ഷെ ഈന കൂടുതൽ. ഡെക്കറേഷൻ ചിലപ്പോ ഇതിന്റെ ഉള്ളില് സാധനം ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇതില് മല്ലിയിലേന്റെ ഡെക്കറേഷൻ, ഉള്ളിന്റെ ഡെക്കറേഷൻ കാഷ്യൂ ഒക്കെ കാണുന്നുണ്ട്. നമ്മളെ ബിരിയാണി നല്ല ചിലപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നല്ലേ സ്മെല്ല് വന്നത്. ഇവിടുന്ന് നല്ല സ്മെല്ല്. ഇവിടുത്തെ സ്മെല്ലാണ് കൈസ് നല്ലത്. അതിനെക്കാട് സ്മെല്ല് നോക്ക്. ഇടാ ഇത് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി പോലെ. ഇതിലൊക്കെ എത്ര ക്യാഷ്യൂ. ഇവിടെ മൊത്തം ക്യാഷ്യൂ, റേസിൻസ്, ഉള്ളി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്ക് കൈസ്, ഇതിന്റെ മുകളിൽ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ കൊട്ടി കാണിച്ചു തരാം കേട്ടോ. ആഹാ നമ്പകും കൊട്ട. ഒരു കോഴിമുട്ട ഉണ്ടാവും. അതിന്റെ അടിയിലൊന്നുമില്ല. ഇത് നോക്ക്. ഇത് നോക്ക്, ക്വാണ്ടിറ്റി എന്നെ വ്യത്യാസമുണ്ട് കൈസ്. എനിക്ക് അടിയിലാണ്. ഇന്റെ പുറത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ. ഇത് നോക്ക്, ഇതിന്റെ മുകളിൽ മുഴുവൻ നല്ല അടിപൊളി മസാല ഉണ്ട്. നല്ല സെറ്റായ ചിക്കൻ പീസ് ഉണ്ട്. അല്ല സല്ലു, ഇതിലൊരൊറ്റ പീസ് ചിക്കൻ ഉള്ളൂ. അതാദ്യം പറയണോ? അതെന്റെ പ്രശ്നം കേട്ടോ. ഓരോ പറഞ്ഞിട്ട് തരില്ല. അത് ഫുള്ള് മാത്രമേ കിട്ടാനുള്ളൂ. ഫുള്ള് വാങ്ങിച്ചു. അതുകൊണ്ട് വ്യത്യാസമുള്ള വ്യത്യാസം. വാങ്ങിച്ചെന്താന്ന് വെച്ചാൽ വേറെ ആരും ഫുൾ ബിരിയാണി കഴിക്കുന്നവരല്ല. അത് ശരിയാ. ഈ ചിക്കൻ നോക്ക്, ഈ ചിക്കൻ ഒരു ഡാർക്ക് കളറാണ്. ഈ ചിക്കന് ലൈറ്റ് കളറാണ്. ഇതുണ്ടോ അങ്ങനെ? അതറിയില്ല, ഒരു കുക്ക് ചെയ്യുന്ന രീതിയായിരിക്കും. ഇതുണ്ടോ, ഇതിന് പക്ഷെ മസാലയൊക്കെ നല്ല ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നല്ല മസാലയൊക്കെ ഉണ്ട്. കുറച്ച് മസാല അനക്ക് കിട്ടിയില്ലല്ലോ. എനിക്ക് നല്ല മസാല ഉണ്ട് കേട്ടോ. ഗൈസ് നമുക്കത് തിന്നു നോക്കാം. ടേസ്റ്റ് ചെയ്തോട്ടെ. 1 സ്റ്റാർ ബിരിയാണി ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല. സോറി, 2.7 സ്റ്റാർ ബിരിയാണി ഇതുവരെ കഴിച്ചില്ല. നിങ്ങൾ കഴിക്കി. ഇതിലല്ലേ ഉള്ളൂ സല്ലു, ചിക്കൻ ഒന്നും കിട്ടുന്നില്ല. കുഴപ്പമില്ലാന്നുള്ളൂ ഗൈസ്. ഞാൻ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് വായന വെള്ളം വരുന്നത്. ഞാൻ കഴിക്കട്ടെ. നല്ല ബിരിയാണിയല്ലേ? രസമുണ്ട്, പക്ഷെ പട്ടന്റെ ഗ്രാമിന്റെ ഒക്കെ ഫ്ലേവർ കൂടുതലുള്ളവരാണ്. ഇനി എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. തിന്നാൻ തുടങ്ങി. ഞങ്ങള് കഴിച്ചു കഴിയുന്ന വെയിറ്റ് ചെയ്യുന്നു. നല്ല ചിക്കൻ ഉണ്ട്, ഇതില് മസാല ഉണ്ട്. എല്ലാം കൂടെ കഴിച്ചു നോക്കാം. കൊതി മൂത്ത് തിന്നാ എന്ത് ടേസ്റ്റോ. അത് നമുക്കറിയാം, നമ്മള് തിന്നുന്ന ബിരിയാണി എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ഉണ്ടാവില്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു ബ്ലെൻഡ്, നല്ല ബ്ലെൻഡ് ഉണ്ട്. ഇത് പക്ഷെ അങ്ങനത്തെ അത്ര ഇല്ല കേട്ടോ. ആ ഒരു മസാലേന്റെ ഫ്ലേവർ. ചിക്കൻ ഒക്കെ നല്ല സ്മൂത്ത് ആണല്ലേ? ചിക്കൻ എന്ന് പറഞ്ഞാല് 2 പീസ് ഉണ്ട്. നല്ല നല്ല സ്മൂത്ത് ചിക്കൻ. ഇത് പക്ഷെ കുറച്ച് കട്ടിയുണ്ട്. ഇത് ഭയങ്കര കട്ടിയുണ്ട് ഗൈസ്. ഇന്ത്യയില് പീസ് പോലും ഇല്ല. ഇതുണ്ടോ മൊത്തം ഇല്ല. ഇതുണ്ടോ? അപ്പൊ ഇതിന് 2.7 ആവശ്യമില്ല. ഞാൻ ഇതുപോലെ വലിയ വീഡിയോ ഒന്നും കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ കുഴച്ചിട്ടൊക്കെ വരും. നമ്മളത് അങ്ങനെ വരുന്നില്ല. കുഴച്ചിട്ട് കിട്ടുന്നില്ല മതി. അല്ല കിട്ടും. കുഴപ്പമില്ല, ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പാരഗൺസ് ബിരിയാണി കണ്ടിട്ട് ശ്രീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതും ഇതും ഡിഫറൻസ് പറ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തല്ലേ പ്രശ്നമുള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്തോ. ശ്രീ 5 സ്റ്റാർ കഴിച്ചോണ്ടിരിക്കുന്ന ആളിപ്പോ 1 സ്റ്റാർ കഴിച്ചോണ്ടിരിക്കാൻ പോണത്.
അങ്ങനത്തെ ടേസ്റ്റുള്ള ബിരിയാണി കാരണം ഇതിനത്ര ഒരു ബിരിയാണി അല്ലേ ബിരിയാണി അല്ലേ അതേ മസാല ചിക്കൻ അതും ബ്രോയിലർ അല്ല പോയി ഇതിപ്പോ ചിക്കന് കുറച്ച് കട്ടിണ്ടെന്നല്ലേ ഉള്ളൂ അവിടെ അതിനല്ലേ പല്ല് മാത്രല്ലേ ഉള്ളൂ. വേണോ കാശി വേണോ എന്നാ തിന്നോ. താങ്ക് യു. ഓ ഈ ഒത്തൊരുമ ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഈ കാശുവിനൊക്കെ ഒരു എന്താ മരത്തിന്റെ നീളം ഒരു കഷ്ണം ഞാൻ കടിച്ചിട്ട് ഇത്രയും ബാക്കിയുണ്ട്. അതൊക്കെ 2 സ്റ്റാറിൽ ഒരു കൊടുത്തില്ലേ? അതിനും വലുതുണ്ടോ? ഇതില് കാഷ്യൂനൊന്നും ആവശ്യമില്ല, ബിരിയാണി തന്നെ മതി. അമ്മാരി ടേസ്റ്റ്. കാശു ഇല്ലാന്ന് അയ്യേ ബിരിയാണിയുടെ കാശു ഇല്ലാന്ന് എന്ത് കാര്യം? നല്ല മുന്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആദ്യം പെറുക്കി തിന്നു, അതിനോട് തിന്നു. ഈ സൈഡിലേക്ക് തിരിയാൻ പറ്റില്ല, അവിടേക്ക് തന്നെ അമ്മയുടെ ടേസ്റ്റ് തന്നെ കേൾക്കാറുള്ളൂ. ഈ സൈഡിലാണെങ്കിൽ കൂടെ പറഞ്ഞ് അല്ലെ സങ്കടപ്പെടുന്ന ഞാനും. കഴിഞ്ഞ റെസ്റ്റേ മറക്കൂല, കഴിഞ്ഞ റൗണ്ട് അത് ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങനെ നമ്മളിതാ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ നല്ല കിടിലൻ ബിരിയാണി മുഴുവൻ കഴിച്ചു. അതെ, വയറ് ഫുള്ളായി. സത്യം പറഞ്ഞാൽ ഇനി വേറൊന്നും കഴിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. പൊയ്ക്കോ. അല്ല അങ്ങനെയല്ല, എനിക്ക് ഫസ്റ്റ് സ്റ്റാർ ഇനിയും വേണമെങ്കിലൊക്കെ നോക്കാം. എനിക്ക് പിന്നെ ആ ബിരിയാണി വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടില്ല. അതാ പറയുന്നത്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് കേസ്. എത്ര റേറ്റ് ചെയ്യും? ഞാൻ റേറ്റ് ചെയ്യാനേ പോല, എന്നാലേ പ്രശ്നമുള്ളൂ. ഞാൻ ചെയ്യില്ല, 2.7 ഉള്ള വേണമെങ്കിൽ 2.7 കടന്നോട്ടെ. ചിലപ്പോ എല്ലാരും ഇവിടെ ടേസ്റ്റ് കടന്നോട്ടെ. അത്ര കൊടുക്കും. ഞാൻ എനിക്ക് 5 സ്റ്റാർ എന്തായാലും ഞാൻ കൊടുക്കും കേട്ടോ. ഉറപ്പാ. ഇട്ടൂടെ എന്റെ ചെറുവിരൽ സങ്കടപ്പെടാൻ ശ്രമിച്ചാറില്ല. ആ മുഖത്ത് വിഷമപ്പെട്ടില്ല, സാരില്ല, പോട്ടെ. വിഷമിപ്പിക്കുമ്പോഴാ കൂടുതൽ സങ്കടം വരാ. എനിക്കില്ലേ അയ്യോ എനിക്കില്ലേ ഗൈസ്, നല്ല സ്ട്രോബെറിന്റെ ഒക്കെ സ്മെല്ല് പോലെ, ഒരു സ്വീറ്റ് സ്മെല്ല് പോലെ തോന്നി എനിക്ക്. എന്തായാലും ഒരു മധുരം. മധുരം കണ്ണൂർന്നു. ഹായ് ഹായ്, 3 ബോബയല്ലേ? പിന്നെന്ത് പറ്റി? ഇത് മാംഗോയാ? അതിന്റെ റേറ്റിംഗ് 2.1. അത് രണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. ചോക്ലേറ്റ് ഇത് നല്ല രസമുണ്ട്. മാംഗോ, ഇനി മാംഗോ കുടിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ബബിൾ ടീ, ചോക്ലേറ്റ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് എല്ലാരും കുടിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ മൊത്തം പക്ഷെ ബബിൾ ഇങ്ങനെ ചോക്ലേറ്റ് പോലെ ഉണ്ട്. ബോബ ഫുൾ ചോക്ലേറ്റ് പോലെയാണ്. കുടിച്ചോക്കട്ടെ ഒന്നുകൂടെ. ഇവര് കൂടി ഇത് ഭയങ്കര വെറൈറ്റി ആയി പോയി. ഇത് അങ്ങ് മിസ്സായി. നല്ല രസമുണ്ട്. ചോക്ലേറ്റ് ബബിൾ ടീ പോലെ അല്ലത്. കള്ളം പറയാം, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അഭിനയിക്കാണെന്ന് അറിയണ്ടേ. ഞങ്ങൾ രണ്ടാണ് അപ്പുറത്ത് സ്റ്റാർ ഇത് കുടിച്ചപ്പോ കുടിച്ചിട്ട് ബാക്കി ഇതാണോ നമ്മള് കുടിക്കുന്ന ചോക്ലേറ്റ് ബബിൾ ടീ? ഇതാണോ ടേസ്റ്റ്? അല്ലല്ലോ, നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ഇല്ലേ? പറ കൊമ്പുണ്ടോ? അറിയായിട്ട് കഴിക്കാൻ ഇതില്ലേ ചോക്ലേറ്റ് ഐസ്ക്രീമില് ബോബട്ട പോലെ ഉണ്ട്. ഇത് ട്രൈ ചെയ്തോക്കാൻ പറ്റുമോ? 5 സ്റ്റാർ 1 സ്റ്റാർ വ്യത്യാസം മനസ്സിലാക്കണല്ലോ. ഇല്ല ഇല്ല ഇല്ല, അത് പറ്റില്ല. കുടിക്കി. ബോബ വലിച്ചിട്ട് കിട്ടിട്ടോ. ഇഷ്ടായില്ലേ? ഇഷ്ടായില്ല, സത്യം ഇഷ്ടമായത്. ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് എന്താ മാംഗോ ഫ്ലേവറിൽ വന്നിട്ടാണോ എന്ന് അറിയില്ല. അത് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായത്. ഗൈസ്, ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഇവര് 5 സ്റ്റാർ ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇത് കുടിക്കുന്നത്. അപ്പൊ ഇവര് മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് 5 സ്റ്റാർ ആകുമ്പോ നല്ലതായിരിക്കും. സത്യം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ സാധനം ആദ്യമായിട്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ടേസ്റ്റ് ഉണ്ട്. ഇതാണോ കൂടുതൽ ഇഷ്ടമായത്? ബോബ വീഴുന്നു. അതാ ബോബ വീഴുന്നു. അയ്യോ, ബോബ വീഴും. അങ്ങനെ
ക്വാളിറ്റി കാണിച്ചേ. അത് 5 സ്റ്റാർ ആയതുകൊണ്ടല്ല ഒന്നും അങ്ങനെ വിചാരിക്കട്ടെ. രസല്ലേ? അല്ല ഇത് പറ ഇതാണോ സ്റ്റൈൽ പേഴ്സണലി? അതെനിക്കും അതാണ് സ്റ്റൈൽ. കാര്യം എന്താ അറിയോ, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമാണ്, ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. ടേസ്റ്റ് ഉണ്ട് പറഞ്ഞേ. ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇതിനെക്കാട്ടി തന്നെയാണ് ഇഷ്ടമായത്. പക്ഷെ ഇതൊരു വെറൈറ്റി. അതെ, ഇതുവരെ കുടിച്ചു നോക്കിയിട്ടില്ല. ഇത് പിന്നെ നമ്മൾക്ക് പിന്നെയും കിട്ടുന്ന ഒരു സാധനം. അതാണ് ഇതെന്താ ഇത് ആരോ തെറ്റി കൊടുത്തന്നെയാ, എനിക്ക് ഉറപ്പാ. അതെ, അല്ലാണ്ട് ചിലപ്പോ റേറ്റിംഗ് കുറഞ്ഞപ്പോ ഒരു ബെറ്റർ ആക്കിയതാണെങ്കിലോ? ചെലപ്പോ ഞാൻ 5 സ്റ്റാർ കൊടുക്കുന്നു. എന്തേ കാക്ക ഫോൺ തന്നാ മതി. എന്ത് രസാന്ന് പറയൂ. അങ്ങനെ വീഴുന്നത് കാണിച്ചോണ്ടോ? അതുപോലെ വീഴുന്ന കാണിച്ചോണ്ടോ? ഏതുപോലെ ഇപ്പൊ കാണിച്ചരാ. അടക്ക്, ഞാൻ ആക്കി തരാം. ബോബ വീഴു ബോബേ വീണു. ബോബ വീണു. കഴിവുള്ള ബോബയാണെങ്കിൽ വീഴട്ടെ. ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല റിയാലിറ്റി. അല്ല, എന്നാലും ഒന്ന് കാണിച്ചോണ്ടോ? ആ കഴിവുള്ള ബോബയാണ് വീഴുന്നത്. അങ്ങനെ വീഴട്ടെ. ബോബല്ല ബോബയിരുന്നാ മതി അവിടെ. അത് അപ്പൊ സ്റ്റാർ കൊണ്ട് കാര്യമൊക്കെ മനസ്സിലായി. 5 സ്റ്റാറില് ബോബ വീഴും. അതില് ബോബ വീഴൂല. അതാണ് എന്തെങ്കിലും കൊലയാണെങ്കിൽ സംഭവം എന്താ വെച്ചാല് ഇത് തിക്കാണ്, മാംഗോ ഷേക്ക് പോലെയാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇത് കുറച്ച് ലൂസാണ്. സ്റ്റാർ കുറവായി പോയത്. ഇവരുടെ അടിപൊളി അങ്ങനെ നമ്മള് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. റൗണ്ട് വെച്ചപ്പോ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. 1 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓള് സന്തോഷവതിയായി. കാര്യം നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ഇവരെക്കാട്ടും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് ഇന്റേതാട്ടോ. അതെ, ഞങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഈ റൗണ്ടിൽ ആർക്കാണ് 1 സ്റ്റാർ കിട്ടുന്നത്, ആർക്കാണ് 5 സ്റ്റാർ കിട്ടുന്നത് നോക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് ഓരോരുത്തർക്കും ഓരോ സൈഡിലേക്ക് ഇട്ട പോലെ. 5 സ്റ്റാർ ഷാമി പാവട്ടോ, ഇതുവരെ കിട്ടിയില്ല. 5 സ്റ്റാർ ഇതുവരെ കിട്ടിയില്ല. സാറില്ലാന്നാ തോന്നുന്നത്. കാര്യം എന്നല്ലേ പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, മറ്റേത് ട്രൈ ചെയ്ത് നോക്കണം. എന്തൊരു ഇൻട്രസ്റ്റ് ഇല്ല. 5 സ്റ്റാർ ഉണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. റെഡി കണ്ടോ? പിസ്സ. ഇതെന്ത് പറ്റിയത്? ഒരു മിനിറ്റ്, ഇത് ഈ ആരെ വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടോ? അത് മുന്നിലെ തിന്നാ മതി. അല്ല, ഇത് നല്ല കളർഫുൾ, ഇത് നല്ല രസമുണ്ട് കാണാൻ. 4.5 റേറ്റിംഗ്. അത്രേ ഉള്ളൂ അല്ലേ? ഇത് 2.1 റേറ്റിംഗ്. അതൊന്ന് തുറച്ച് നോക്കട്ടെ. നമുക്ക് ഒന്നിച്ച് തുറക്കാം. വെള്ള പെട്ടിയാണ് വന്നിട്ട്. വേണ്ട കൂടി തുറക്കാം. ഈ പിസ്സന്റെ ലുക്ക് എങ്ങനെയാ നമുക്ക് നോക്കാം. 3, 2, 1 go. ശരിയാണല്ലോ, കുനാഫ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ഇത് എന്താ ഞാൻ ആദ്യമായിട്ട്. ഓക്കെ, ഇനി ഇന്റെ തുറന്നു നോക്കാം. 3, 2, 1. ഇതാണ് ശരിക്കും പിസ്സ ഗൈസ്. നല്ല റിച്ച്നെസ് ഉള്ള ഒരു പിസ്സ അല്ലെ കാണുമ്പോ. അങ്ങനെ ആയിരിക്കല്ലോ, അതുകൊണ്ടായിരിക്കല്ലോ 4. പിസ്സ ഗൈസ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിസ്സയാണ്. ഞാൻ ആകെ കൂടെ ഒരു പിസ്സ കഴിക്കേണ്ടത്, ആ പിസ്സ മാത്രമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഈ പിസ്സ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മുകളിൽ എന്തൊക്കെയോ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും അത്രേന്റെ ആവശ്യമില്ലായിരുന്നു. അതിന് ആവശ്യമില്ലായിരുന്നു. ഇത് എന്തോ മയോണൈസ്. പക്ഷെ ചീസൊക്കെ കൊറേ ഉണ്ട് കേട്ടോ. അത് തോന്നുക സൈഡിൽ മാത്രം ഇത് കട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇതൊരൊറ്റ ഫുൾ പീസാണ്. അല്ല അത് കട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇരുന്നൊരു പീസ് എടുക്കാം. ഇതിന്റെ മുകളിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ മുകളിൽ കുറെ ചില്ലി ഫ്ലേക്സ് ഓർഗാനൊക്കെ ഓൾറെഡി ഒരു ഇട്ടുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. ചോദിച്ചോ. നല്ലതാ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇൻഫ്യൂസ്ഡ് ചീസും മയോണൊക്കെ തോന്നുന്നു. നീ കഴിച്ചോക്കാം, അമ്മ കഴിച്ചോക്കാം. എനിക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമെന്നുണ്ട്. തീരുന്നില്ലേ? എനിക്ക് ഇഷ്ടായില്ല. കുഴപ്പമില്ല, പക്ഷെ അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഇല്ല. അങ്ങനെയല്ല, സോസിന്റെ ഫ്ലേവർ ആണ് കിട്ടുന്നത് അല്ലേ? ഇതില് മൊത്തം നിങ്ങൾ ഈ മുകളിൽ സോസും ഈ സാധനങ്ങൾ കാണില്ലേ, അതേപോലെ തന്നെ
സോസ് മാത്രമാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്, വേറെ ടേസ്റ്റുകളൊന്നും കിട്ടാനില്ല. ആ ഈ സോസിന്റെ ടേസ്റ്റുകൾ മാത്രമാണ് കിട്ടുന്നത്. ഇത് ചിക്കൻ ആണോ? ചിക്കൻ ഇവിടെ ചിക്കൻ ഒന്നും ഇല്ല. എനിക്കിത് എങ്ങനെയാ വെച്ചാല് എനിക്കിതൊരു ഒരു എന്താ പറയാ പിസേന്റെ ആ ഒരു സീസണിങ് ഒക്കെ ഉള്ള ഫീലിൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള പിസ്സ കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒന്നും കൊടുക്കുന്നില്ലേ? അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ ഇഷ്ടം. ഡബിൾ ആയി വരുന്നു, ഡബിൾ ആയി വരുന്നു. ഉള്ളിൽ ഫില്ലിങ്ങുള്ള സാധനം. ഇതാ ഡബിളാ. ഇതുണ്ടോ? ഇതെന്തെങ്ങനെ? അതെന്റെ നേരത്തെ കോട്ടയാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഉള്ളുന്നുണ്ടോ ചീസ് വരുന്നത്? ആ കണ്ട്. അത്രേ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് സത്യം പറയട്ടോ, എനിക്ക് തീരെ തന്നാന്ന് തോന്നില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കൂല, കൊടുക്കണം. നേരത്തെ ഇന്നെ കൊണ്ട് കൊടുപ്പിച്ചോ, പഞ്ചസാര കൊടുക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല, അത്ര ഇഷ്ടമല്ല. ഓരോരുത്തർ ഓപ്ഷൻ ആണ് എന്തൊക്കെ കഴിക്കേണ്ടത്, ഇഷ്ടമാണോ ഇഷ്ടമല്ല ഈ സാധനം. പക്ഷെ പിസ്സേന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. ഇത് കഴിക്കുന്നവർക്ക് ഇത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇത് നല്ല രസമുണ്ട്. അല്ല ഹാഫ് സ്റ്റാർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്റെ ഒരു കൊടുത്താൽ തന്നെ ഒരു 4.5. കാര്യം ഇതിലും ബെറ്റർ ഉണ്ടെങ്കിലോ 5 സ്റ്റാർ ഇല്ല, ഞാൻ 4.5 കൊടുക്കുള്ളൂ. ഈ മൊത്തം ചാലഞ്ചില് തിന്നേലും എനിക്ക് ഏറ്റവും ഇഷ്ടാവാത്തത് ബർഗറും ഈ ഒരു പിസിൻ ബിരിയാണിയാണ്. ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. എനിക്കത് 1 സ്റ്റാർ എന്ന് വന്ന സാധനം 5 സ്റ്റാറിന്റെ ടേസ്റ്റില് കിട്ടി. അത്രേ ഉള്ളൂ. ഞാൻ നോക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷ നിക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ദുരന്തമായിരുന്നു ബർഗർ കിട്ടില്ല, ടേസ്റ്റ് ഒന്നും പറയല്ല. പിന്നെ ഇത് ഇത് കേട്ടോ. പക്ഷെ ഏത് മറ്റേ ബോബാട്ടി, അത് ഷാമിന്റെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതേ സല്ലുന സ്വഭാവമാണ്. എവിടത്തേക്കാ തിന്നാന്നുള്ള മനസ്സിലാവാൻ വേണ്ടിട്ട്. അത് സല്ലുവിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഗൈസ്. ഇവിടെ ഫുൾ ഓൺ തിന്നു, എന്നിട്ട് ഈ ഒരു പോഷൻ മാത്രം ഇതാണെങ്കിൽ നമ്മള് പിന്നെ സംഭവിക്കുക. പക്ഷെ സല്ലുവിന്റെ സമൂസ അല്ലേ, അതില് 3 കോണല്ലേ ഉണ്ടാവുക. ആ 3 കോൺ ഒരുപോലെ, പക്ഷെ ആ 2 കോൺ തിന്നിട്ട് ലാസ്റ്റത്തെ ഒരു കോൺ ഉണ്ടാവും ഇങ്ങനെ. അത് മാത്രം ബാക്കി പശന്റെ ചീസോ. എന്തായാലും നല്ല ദുരന്തമായിട്ടുള്ള എന്താ അല്ലല്ല ഈ പറഞ്ഞു വന്നല്ലോ, അത് ആലോചിച്ചിട്ട് എനിക്ക് ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ബിരിയാണിയാണ്. ആ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ബർഗർ. വേറെ ബിരിയാണി പിന്നെ ബോബാട്ടി, പക്ഷെ എനിക്ക് ഷാമിനാണ് ഇഷ്ടമായത്. അതെ, എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം കഴിച്ചു. എന്തായാലും നല്ല ഫണ്ണി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പക്ഷെ ഇതൊക്കെ ഒരു ഭാഗ്യമുണ്ട്, 5 സ്റ്റാർ കിട്ടാനായിട്ട് കൂടി ഒക്കെ ഇഷ്ടപ്പെട്ട സാധനം. ശരി. പിന്നെ ഈ ആൾക്കാർ കൊടുക്കുന്ന സ്റ്റാർ ഒക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ആൾക്കാർക്ക് അങ്ങനെ മാറ്റൊന്നും പറ്റിയിട്ടില്ല. ബിരിയാണിയാണ് പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ബിരിയാണികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിൽ എനിക്ക് ഇവക്ക് പെടാത്തതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിപ്രായ വ്യത്യാസം. പിന്നെ ബോബാട്ടിന്റെ കാര്യത്തിൽ കുറച്ചൊരു തെറ്റുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് നല്ല ഫണ്ണി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Anjita signing off.